2026 ഏപ്രിൽ 14 ലോകരാഷ്ട്രീയത്തിൽ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു തീരുമാനം നാം കേട്ടു. യൂറോപ്പിലെ പ്രധാന ശക്തിയായ ഇറ്റലി, ഇസ്രായേലുമായി വർഷങ്ങളായി നിലനിന്നിരുന്ന പ്രതിരോധ കരാറിന്റെ പുതുക്കൽ താൽക്കാലികമായി നിർത്തിവച്ചു. ഇത് ഒരു ചെറിയ ഡിപ്ലോമാറ്റിക് നീക്കമല്ല, ഇത് ഒരു വലിയ സിഗ്നലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉയർന്നിരിക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ തീരുമാനം ലോകശക്തികളുടെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ സാധ്യതയുള്ളത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലോനി എടുത്ത ഈ തീരുമാനം എന്തുകൊണ്ടാണ്? ഇത് ഇസ്രായേലിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഭാവിയിൽ ഇതിന്റെ പ്രതിഫലം എന്തായിരിക്കും? നമുക്കിത് വിശദമായി മനസ്സിലാക്കാം. ഇറ്റലിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെ കാലം പഴക്കമുള്ളതാണ്. പ്രത്യേകിച്ച് 2006-ൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു പ്രധാന പ്രതിരോധ കരാർ ഒപ്പുവെച്ചു. ഈ കരാർ പ്രകാരം സൈനിക പരിശീലനം, സാങ്കേതിക സഹകരണം, ആയുധ സംവിധാനങ്ങളുടെ കൈമാറ്റം ഇവയെല്ലാം ശക്തമായി നടന്നു. ഈ കരാർ ഒരു ഓട്ടോമാറ്റിക് റിന്യൂവൽ രീതിയിലായിരുന്നു. അതെന്നാണ്, ഓരോ കാലാവധിയും കഴിയുമ്പോൾ അത് സ്വയം പുതുക്കപ്പെടും. അതിനാൽ വർഷങ്ങളായി ഈ സഹകരണം തുടർച്ചയായി നിലനിന്നിരുന്നു. ഇറ്റലി ഇസ്രായേലിന്റെ ഒരു സ്ഥിരമായ യൂറോപ്യൻ കൂട്ടാളിയായി കണക്കാക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ലെബനനിൽ പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് ഇന്ററിം ഫോഴ്സ് ഇൻ ലെബനൻ സമാധാന സേനയിൽ ഇറ്റാലിയൻ സൈന്യം പ്രധാന പങ്ക് വഹിച്ചുവരികയായിരുന്നു. ഈ സേനയുടെ ലക്ഷ്യം ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ സമാധാനം നിലനിർത്തുക എന്നതാണ്. എന്നാൽ കഴിഞ്ഞ ചില വർഷങ്ങളായി ഗാസയിലും ലെബനനിലും നടക്കുന്ന സംഘർഷങ്ങൾ ഈ ബന്ധത്തിൽ ചെറിയ പിളർച്ചകൾ സൃഷ്ടിച്ചു തുടങ്ങി. അതിപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ തീരുമാനമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കാര്യങ്ങളെന്താണ്? റിപ്പോർട്ടുകൾ പ്രകാരം ലെബനനിൽ പ്രവർത്തിക്കുന്ന UN സമാധാന സേനയുടെ സമീപത്ത് ഇസ്രായേൽ സൈന്യം വാർണിംഗ് ഷോട്ട്സ് ഫയർ ചെയ്തതായി ആരോപണമുണ്ട്. ഈ സംഭവത്തിൽ നേരിട്ട് ബാധിക്കപ്പെട്ടവരിൽ ഇറ്റാലിയൻ സൈനികരും ഉൾപ്പെടുന്നു. ഇത് ഇറ്റലിയെ ഏറെ അസ്വസ്ഥരാക്കി. കാരണം അവരുടെ സ്വന്തം സൈനികരുടെ സുരക്ഷ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം ഇറ്റലിയുടെ ആഭ്യന്തര രാഷ്ട്രീയ രംഗത്തും വലിയ സമ്മർദ്ദമുയർന്നു. ജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുമിടയിൽ ഇസ്രായേലിന്റെ നടപടികളെക്കുറിച്ച് വിമർശനം ശക്തമായി. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ഒരു നിർണായക തീരുമാനമെടുത്തു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കരാർ യാന്ത്രികമായി പുതുക്കുന്നത് ശരിയല്ല എന്ന നിലപാട് അവൾ വ്യക്തമാക്കി. അതിന്റെ ഫലമായി ഇസ്രായേലുമായുള്ള സൈനിക പരിശീലന സഹകരണം നിർത്തിവച്ചു, സാങ്കേതിക കൈമാറ്റം നിർത്തിവച്ചു, ആയുധ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തി. ഇത് ഒരു സാധാരണ നടപടിയല്ല, ഇത് ഒരു പൊളിറ്റിക്കൽ മെസ്സേജാണ്. അതായത്, ഞങ്ങൾ നിങ്ങൾക്കൊപ്പം തന്നെ നിൽക്കും, പക്ഷേ എല്ലാ കാര്യങ്ങളിലും പിന്തുണയ്ക്കില്ല എന്നൊരു സൂചന. ഈ തീരുമാനം ലോകരാഷ്ട്രീയത്തിൽ എന്ത് മാറ്റം വരുത്തും? ആദ്യമായി യൂറോപ്പിൽ തന്നെ ഇത് വലിയ ചർച്ചയ്ക്കിടയാക്കും. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു പുതിയ ചിന്ത ആരംഭിച്ചേക്കാം. ഇസ്രായേലിന്റെ എല്ലാ സൈനിക നടപടികളെയും പിന്തുണയ്ക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം. ഇത് മറ്റു രാജ്യങ്ങളെയും സമാനമായ നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. ഇതിനൊപ്പം മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളും ഇപ്പോഴും ഉയർന്ന നിലയിലാണ്. ഈ തീരുമാനം അവിടെ ഒരു പുതിയ രാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. ഇനി ഭാവി എന്താകും? ഒന്നാമത്തെ സാധ്യത, ഇസ്രായേൽ തന്റെ സൈനിക നടപടികളിൽ കുറച്ചു മാറ്റം വരുത്തിയാൽ ഇറ്റലി ഈ കരാർ വീണ്ടും പുനരാരംഭിക്കാം. രണ്ടാമത്തെ സാധ്യത, സംഘർഷങ്ങൾ കൂടുതൽ വഷളായാൽ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളും ഇറ്റലിയുടെ പാത പിന്തുടരാം. മൂന്നാമത്തെ സാധ്യത, ഇത് വലിയ സഖ്യങ്ങളിലേക്കും പ്രത്യേകിച്ച് നാറ്റോ പോലുള്ള സംവിധാനങ്ങളിലേക്കും ചെറിയ പിളർച്ചകളുണ്ടാക്കാൻ ഇടയാക്കാം. കാരണം ഇറ്റലി ഒരു പ്രധാന നാറ്റോ അംഗമാണ്. അവസാനമായി ഒരു കാര്യമാണ് വ്യക്തം. ഇത് ഒരു ചെറിയ പൊളിറ്റിക്കൽ തീരുമാനമല്ല. ഇത് ലോകരാഷ്ട്രീയത്തിലെ ബന്ധങ്ങളെ തന്നെ പുനർനിർവചിക്കാൻ സാധ്യതയുള്ള ഒരു നീക്കമാണ്. ഇറ്റലി എടുത്ത ഈ തീരുമാനം
യൂറോപ്പും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാവിയെ തന്നെ മാറ്റാനിടയാക്കാം. ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇറ്റലിയുടെ ഈ തീരുമാനം ശരിയായ ഒരു നിലപാടാണോ, അല്ലെങ്കിൽ ഇതൊരു ഓവർ റിയാക്ഷനാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇത്തരം വിശകലനങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.